നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പഠിക്കുന്ന കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു പ്രശ്നമാണ്. പലതവണ റിവിഷൻ ചെയ്താൽ മാത്രമായിരിക്കും ഇത് ഓർത്തെടുക്കാൻ പറ്റുന്നത്. പക്ഷെ അത്ര കണ്ട് റിവിഷൻ ചെയ്യുന്ന വ്യക്തികളിൽ പോലും ചിലപ്പോൾ കോണ്ടന്റ് ഓർമ്മയിൽ വരണമെന്നില്ല. അത് അവരുടെ എക്സാമിനെ ബാധിക്കും, കോൺഫിഡൻറ്റിനെ ബാധിക്കും. കൺസിസ്റ്റന്റ് പഠിക്കേണ്ട സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾ പഠിക്കുമ്പോൾ, അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ മറന്നു പോകുന്നൊരു പ്രവണത അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയാത്ത ആൾക്കാർ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് ആസ്പിരൻസ് പറഞ്ഞു കേട്ടതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, അക്കാഡമിക്സ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി മാത്രം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഒരിക്കലും ഒരു ടൈം വേസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് പറയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? പേരിനോടൊപ്പം ഒരു പിക്ചറും ഒരു മൂവിങ് പിക്ചറും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ, വീഡിയോ വരുന്നില്ലേ? അതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും പേരിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു പിക്ചറും ഒരു മൂവിങ് പിക്ചറും ഒക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? എളുപ്പമല്ലേ? എന്നാൽ ഛത്തീസ്ഗഡിന്റെ ഗവർണർ ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേര് ഓർമ്മ വരുന്നുണ്ടോ, പിക്ചർ ഓർമ്മ വരുന്നുണ്ടോ? നത്തിങ്, റൈറ്റ്? അപ്പോൾ ഇത് തന്നെയാണ് ഈ വീഡിയോയുടെ ഒരു കണ്ടന്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു അവഗാഹം ഉണ്ടാക്കി വയ്ക്കുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ പറ്റി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മികാന്തിന്റെ ബുക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അടുത്ത നിമിഷം അത് പഠിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഈ വെറുതെ ഇങ്ങനെ വായിച്ചു വിടുക അല്ലാതെ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ഓവർവ്യൂ ഉണ്ടാക്കിയതിന് ശേഷം പഠിക്കാനായിട്ട് വരിക. ഓവർവ്യൂ ഇൻ ദ സെൻസ്, സുപ്രീം കോടതിയുടെ പിക്ചേഴ്സ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിനൊന്നും ഒരുപാട് സമയം എടുക്കരുത്. ഒരു 1 to 2 minutes നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യുക. ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഒന്ന് നോക്കുക, അതിന്റെ ഹിസ്റ്റോറി ഒന്ന് നോക്കുക, മേ ബി വിക്കിപീഡിയ പേജസ് നോക്കാം, ഇപ്പോൾ ഉള്ള ജഡ്ജസിന്റെ പേരുകൾ നോക്കാം, CJIയുടെ ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം, പേര് നോക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻഫോസ് എടുത്തതിന് ശേഷം നിങ്ങൾ ആ പാഠപുസ്തകം തുറന്ന് ആ പേജ് വായിക്കുകയാണ്. എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്, ഏത് ആർട്ടിക്കിളിന്റെ കീഴിലാണ്, എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്, ജഡ്ജസിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിമൂവൽ ചെയ്യുന്നത്, എന്താണ് വിവേചന അധികാരം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുക, അതൊന്ന് വരയ്ക്കുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. ഈ ഹൈലൈറ്റ് ചെയ്യുമ്പം ഒരിക്കലും നിങ്ങൾ ഒരു പേജിൽ 100 വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ 20% മുകളിൽ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ പേജിന്റെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ അപ്പോയിൻമെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ റിമൂവൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ചെറിയ പോയിന്റായിട്ട്, വളരെ ചെറിയ പോയിന്റായിട്ട് നിങ്ങളൊന്ന് സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ആ പാഠം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ടുള്ള പോയിന്റിലെ ആ പോയിന്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടി ഗൂഗിൾ ചെയ്യാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പോയിന്റ്സ് മാത്രം പോയി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട പിക്ചേഴ്സ് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞ ഒരു ചാപ്റ്റർ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഓവർവ്യൂ, ഒരു ബേഡായി ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ചാപ്റ്ററിലോട്ട് പോവുക. അഗൈൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഒരു 5-10 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് അതിനെപ്പറ്റി കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് സം മെമ്മറി വിൽ ബി ക്രിയേറ്റിംഗ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ സുപ്രീം കോടതിൻ്റെ ഒരു ചാപ്റ്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സെർച്ചിൽ വന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഓവർവ്യൂ എടുത്ത കാര്യങ്ങളും നിങ്ങളെ പഠിച്ചു കഴിഞ്ഞിട്ട് ആ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത വേർഡ്സും മറ്റു കാര്യങ്ങളും പോയി സെർച്ച് ചെയ്തു എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ഫ്രീ ടൈം കിട്ടുന്ന ഒരു സമയത്ത് ഈ പഠിച്ച കോണ്ടന്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. എത്രത്തോളം കണ്ടന്റ് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം പിക്ചേഴ്സ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട്, എന്തൊക്കെയാണ് ആ ഒരു മെത്തേഡ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സംതിങ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ആദ്യം പോയെന്ന് നോക്കുക. ഓക്കെ,
അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഒരു മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മെത്തേഡാണ്. പക്ഷേ ഈ ഒരു അപ്രോച്ചിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച കോണ്ടന്റ് ഓർത്തെടുക്കാനും എക്സാമിന് നല്ല രീതിയിൽ അത് റിപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഫോർ 21 ഡേയ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിവിൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്ന ആസ്പിരൻസ്, പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ഗൈഡൻസോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള സ്റ്റഡി ടിപ്സും ചാപ്റ്റേഴ്സ് കണ്ടന്റും കറണ്ട് അഫേഴ്സും അതുപോലെ ഇൻഫർമേഷനുമായിട്ടൊക്കെ വീണ്ടും കാണാം.